ഹായ് എവ്രി വൺ, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറാൻ US തർക്കവും ക്രൂഡ് ഓയിൽ വളറ്റിലിറ്റിയും കഴിഞ്ഞ കുറേ മാസങ്ങളിലായിട്ട് ഒരു ബോറിംഗ് സബ്ജക്റ്റ് ആയിട്ട് നമ്മുടെ വിശകലനങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ മാർക്കറ്റ് വിശകലനം ചെയ്യുമ്പോൾ ഈ ക്രൂഡ് ഓയിൽ വളറ്റിലിറ്റിയും ഇറാൻ US സംഘർഷവും ടച്ച് ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാനാവില്ല. കാരണം ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യം നമുക്ക് ആവശ്യമായിട്ടുള്ള ക്രൂഡ് ഓയിലിൻ്റെ 85% ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്രൂഡ് ഓയിൽ എന്നാൽ വെറും ഒരു കമ്മോഡിറ്റി മാത്രമല്ല, അത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെയും കമ്പനികളുടെ പ്രോഫിറ്റിൻ്റെയും ബേസിക് ആയിട്ടുള്ള അതിൻ്റെ അടിത്തറയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇൻഫ്ലേഷൻ, റൂപ്പി ഡിവാലുവേഷൻ, ട്രേഡ് ഡെഫിസിറ്റ്, FIIസിൻ്റെ ഔട്ട്ഫ്ലോ, അങ്ങനെ പല മൾട്ടി ഫാക്ടർ ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ക്രൂഡ് ഓയിൽ ഉണ്ടാകുന്ന ഈ ഡെയിലി വോളറ്റിലിറ്റി. അപ്പോൾ അത് നമ്മുടെ മാർക്കറ്റിൻ്റെ പെർഫോമൻസിനെ സ്വാഭാവികമായിട്ടും നല്ല തോതിൽ സ്വാധീനിക്കും. മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സംഘർഷങ്ങൾ, ബ്രന്റ് ക്രൂഡിൻ്റെ വില ഇപ്പോൾ $92 പെർ ബാരൽ എന്ന ലെവലിലേക്ക് ഉയർന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രമല്ല, ഗ്ലോബൽ മാർക്കറ്റിലും ഇന്നലെ മൊത്തത്തിൽ ഒരു നെഗറ്റീവ് സെന്റിമെന്റ് സൃഷ്ടിച്ചിരുന്നു. ഇപ്പോൾ US മാർക്കറ്റ് കഴിഞ്ഞ ദിവസം ലോസിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. അതുപോലെ ഇന്ന് ഏർലി മോർണിംഗ് ജപ്പാൻ നിക്കി, അതുപോലെ കൊറിയയുടെ കോസ്പി ആയാലും തായ്വാന്റെ വെയ്റ്റഡ് ആവറേജും എല്ലാം ഇന്ന് നഷ്ടത്തിലാണ് അവരുടെ ട്രേഡിംഗ് ആരംഭിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള വളരെ ഒരു ബാഡ് ആയിട്ടുള്ള ഗ്ലോബൽ ക്യൂസിൻ്റെ ഇടയിൽ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് യഥാർത്ഥത്തിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് നടത്തിയെങ്കിലും പിന്നീട് കണ്ടിന്യൂസ് ആയിട്ട് താഴേക്ക് ഫോളോ ചെയ്യുന്നതാണ് കണ്ടത്. ഒടുവിൽ നിഫ്റ്റി ഇപ്പോൾ 24,078 എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് റേഞ്ചിലാണ് ഇപ്പോൾ നിഫ്റ്റി നിൽക്കുന്നത്. അപ്പോൾ മാർക്കറ്റിൻ്റെ ഓപ്പണിങ്ങിന് ശേഷമാണ് ശക്തമായ ഇടിവ് നമ്മുടെ മാർക്കറ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ടുള്ളത്. ഓവറോൾ മാർക്കറ്റ് റെഡിലാണെങ്കിൽ നിഫ്റ്റി IT ഇൻഡെക്സ് ഒഴിച്ച് എല്ലാ സെക്ടറുകളും ഇന്ന് റെഡിൽ ക്ലോസ് ചെയ്തിട്ട് കാണാം. എന്നാൽ ഈ സെക്ടറുകളിലൊക്കെയുള്ള ഇൻഡെക്സുകളിൽ എടുത്തു പറയത്തക്ക ഹെവി ആയിട്ടുള്ള ഒരു ഫോൾ നമ്മൾ കാണുന്നില്ല. അപ്പോൾ അക്രോസ് ബ്രോഡ് മാർക്കറ്റിൽ ഒരു മോഡറേറ്റ് ഇടിവാണ് നമ്മൾ കാണുന്നത്. ഇന്ന് മാർക്കറ്റ് അവറിൽ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് US ഇറാൻ തർക്കങ്ങളും അതുപോലെ ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമസിൻ്റെ സാങ്ഷൻസ് ഒക്കെ കാരണം ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള LPG ഡിസ്ട്രിബ്യൂഷനിലുള്ള തടസ്സങ്ങൾ, അതിന് ബദലായിട്ട് വീടുകളിലേക്ക് PNG ഉപയോഗം പ്രോത്സാഹിപ്പിക്കാനാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് സെൻട്രൽ പെട്രോളിയം നാച്ചുറൽ ഗ്യാസ് മിനിസ്ട്രി അംഗീകരിച്ച ഒരു PNG അഥവാ പൈപ്പ്ഡ് നാച്ചുറൽ ഗ്യാസ് കണക്ഷനുകൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള കുറേ ഇൻസെൻറ്റീവ്സ് പ്രഖ്യാപിച്ചതായിട്ട് കാണാം. ഇപ്പോൾ രാജ്യത്തെ വീടുകളിലേക്കുള്ള പൈപ്പ് വഴിയുള്ള ഈ നാച്ചുറൽ ഗ്യാസ് കണക്ഷനുകളുടെ എണ്ണം ഉയർത്തുക, അതുപോലെ അൺബിൽഡായിട്ട് കിടക്കുന്ന കണക്ഷനുകൾ വീണ്ടും പുനരുജ്ജീവിപ്പിക്കുക, PNG കണക്ഷൻസ് കുറച്ചുകൂടി ആക്റ്റീവായിട്ട് നടപ്പിലാക്കാനുള്ള ശ്രമമാണ് ഗവൺമെൻറ് മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അടുത്ത 6 മാസം കൊണ്ട് ഈ കണക്ഷൻ വലിയ തോതിൽ ഉയർത്താനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത്. അപ്പോൾ സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനികൾ അവരുടെ നിശ്ചിത ടാർഗറ്റിന് മുകളിലായിട്ട് കണക്ഷനുകൾ നൽകുകയാണെങ്കിൽ അവർക്ക് കുറഞ്ഞ നിരക്കിലുള്ള APM ഗ്യാസ് അധികമായിട്ട് സർക്കാർ നൽകും. അപ്പോൾ ഈ APM ഗ്യാസ് എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേഡ് പ്രൈസ് മെക്കാനിസം ഗ്യാസ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അതായത് കേന്ദ്ര സർക്കാർ നേരിട്ട് വില നിശ്ചയിച്ച് വിതരണം ചെയ്യുന്ന ഒരു റേഷൻ പോലെ വിതരണം ചെയ്യുന്ന നാച്ചുറൽ ഗ്യാസാണിത്. അപ്പോൾ ഇത് ONGC, ഓയിൽ ഇന്ത്യ പോലെയുള്ള PSU കമ്പനികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്യാസാണ്. അവിടെ ഈ പ്രൈസ് നിശ്ചയിക്കുന്നത് ഗവൺമെൻറ് ആയിരിക്കും. അപ്പോൾ ഇന്റർനാഷണൽ മാർക്കറ്റിലെ ഇറക്കുമതി ചെയ്യുന്ന LNG ഗ്യാസിനേക്കാൾ വില കുറച്ചിട്ടാണ് ഈ APM ഗ്യാസ് ഈ കമ്പനികൾക്ക് നൽകുക. അപ്പോൾ നിലവിൽ ഈ കമ്പനികൾ ചിലവേറിയ ഈ LNG ഗ്യാസ് ഇമ്പോർട്ട് ചെയ്ത് വിതരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഗവൺമെൻറ് ഈ രീതിയിൽ APM ഗ്യാസ് അധികമായിട്ട് ഇവർക്ക് സപ്ലൈ ചെയ്യുമ്പോൾ കമ്പനികളുടെ ആ ഒരു ചെലവ് കുറക്കാൻ അത് സഹായിക്കും. ഇതേപോലെ കമ്പനികൾ അവരുടെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം അത് 10 വർഷത്തിനുള്ളിലാണ് അതിന്റെ പേ ബാക്ക് പീരീഡ് ഗവൺമെന്റ് മുന്നേ നിശ്ചയിച്ചിരുന്നത്. അതിപ്പോൾ 3 വർഷമായിട്ട് വെട്ടിച്ചുരുക്കിക്കൊണ്ട് 3 വർഷത്തിനുള്ളിൽ അവർ ഇൻവെസ്റ്റ് ചെയ്ത പണം അവർക്ക് തിരിച്ചു നൽകുന്ന ഒരു ഇൻസെൻറ്റീവും ഇവിടെ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ ഈ നാച്ചുറൽ ഗ്യാസിൻ്റെ VAT 5% കുറക്കാൻ സംസ്ഥാന സർക്കാരുകളോട് കേന്ദ്രം ആവശ്യപ്പെടുന്നുണ്ട്. ഈ ഒരു വാർത്ത പുറത്തു വന്നതോടെ ഈ സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ അതൊരു പോസിറ്റീവായിട്ടുള്ള ചലനം ഉണ്ടാക്കിയതായിട്ട് കാണാം. അപ്പോൾ അവിടെ ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന കോൺഫിഡൻസ് പെട്രോ 4% ഉയർന്നിട്ടുണ്ട്. അതുപോലെ ഇന്ദ്രപ്രസ്ഥ ഗ്യാസ്, അദാനി ടോട്ടൽ ഗ്യാസ് എന്നിവ 2%, മഹാനഗർ ഗ്യാസ്, പെട്രോനെറ്റ് LNG പോലെയുള്ള സ്റ്റോക്കുകൾ 1% കൂടുതലുള്ള ഈ ഒരു വീക്ക് മാർക്കറ്റിലും ഒരു മുന്നേറ്റം ഉണ്ടാക്കിയതായിട്ട് കാണാം. ഇനി നമ്മൾ IPO മാർക്കറ്റിലേക്ക് വന്നാൽ ഇന്ന് 2 ബമ്പർ IPO ലിസ്റ്റിംഗ് നടന്നതായിട്ട് കാണാം. ഒന്ന് ബിഹാരി ലാൽ എഞ്ചിനീയറിംഗിൻ്റെതും മറ്റൊന്ന് ഷിപ്പ് റോക്കറ്റിൻ്റെതുമാണ്. അപ്പോൾ മാർക്കറ്റിൻ്റെ ഈ ഒരു ഇടിവിനിടയിലും ഇഷ്യൂ പ്രൈസിനേക്കാൾ 60% പ്രീമിയത്തിലാണ് ബിഹാരി ലാൽ എഞ്ചിനീയറിംഗ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ലിസ്റ്റിങ്ങിന് ശേഷവും ശക്തമായ ബൈങ് ആ സ്റ്റോക്കിൽ നടന്നതായിട്ട് കാണാം. അപ്പോൾ ഈ 2026 വർഷം ഇറങ്ങിയിരിക്കുന്ന IPOകളിൽ ഭാരത് കോക്കിംഗ് കോളിൻ്റെ IPO ഉണ്ടാക്കിയ 76%
ആ ഒരു ഏറ്റവും ഉയർന്ന ലിസ്റ്റിംഗ് ഗെയിന് ശേഷം രണ്ടാമത്തെ ഏറ്റവും വലിയ ഉയർന്ന ലിസ്റ്റിംഗ് ഗെയിൻ നേടിക്കൊണ്ടാണ് ബിഹാരിലാൽ എഞ്ചിനീയറിംഗ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ ഷിപ്പ് റോക്കറ്റിന്റെ IPO 35% ഒരു ലിസ്റ്റിംഗ് ഗെയിനോടുകൂടിയാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും ലിസ്റ്റിങ്ങിന് ശേഷം നല്ല ബൈങ് നടന്നിട്ട് കാണാം. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ സെക്കൻഡറി മാർക്കറ്റ് വളരെ വീക്കായിട്ട് നിൽക്കുമ്പോഴും IPOയുടെ ഈ പ്രൈമറി മാർക്കറ്റിൽ ഇൻവെസ്റ്റേഴ്സ് നല്ല താല്പര്യം കാണിക്കുന്നു എന്നാണ് ഡാറ്റകൾ സൂചിപ്പിക്കുന്നത്. കാരണം ഈ 2026 ഇതുവരെ ലിസ്റ്റ് ചെയ്യപ്പെട്ട ഏകദേശം 44ഓളം IPOകളിൽ ഏകദേശം 27 മുകളിലുള്ള IPOകൾ പോസിറ്റീവ് ഗെയിനോടുകൂടിയാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ 17ഓളം IPOകൾ മാത്രമാണ് ഒരു നെഗറ്റീവ് ലിസ്റ്റിംഗ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ മൊത്തത്തിൽ ആവറേജ് ഒരു ലിസ്റ്റിങ്ങിൻ്റെ ഒരു ഗെയിന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏകദേശം 10% ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആവറേജ് ഒരു 10% ലിസ്റ്റിംഗ് ഗെയിന് IPOകൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സിനെ അങ്ങോട്ടേക്ക് ആകർഷിക്കപ്പെടും. കാരണം ഇത് വെറും ഒരു 1 വീക്കിനുള്ളിൽ 10% ഒരു ഗെയിൻ ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ഒരു വീക്ക് മാർക്കറ്റിൽ. ഇതുകൂടാതെ IPOയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഓഫർ പ്രൈസിലാണ് വരുന്നത്. അപ്പോൾ അവിടെ വാല്യുവേഷൻ വളരെ കംഫർട്ടബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻവെസ്റ്റേഴ്സിന് ഫീൽ ചെയ്യുന്നുണ്ടാവും. കൂടാതെ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സും നല്ല താല്പര്യങ്ങൾ ഈ IPOകളിൽ കാണിക്കുന്നത് കൊണ്ട് തന്നെ ശരാശരി ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. കൂടാതെ നമുക്കറിയാം, IPO എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് എമൗണ്ട് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഡിമാൻഡ് വലിയ തോതിൽ ഉയരുന്നതും ഈ ലിസ്റ്റിംഗ് ഗെയിൻ ഉയരാൻ കാരണമാകുന്നുണ്ട്. ഇന്ന് മാർക്കറ്റിൽ നല്ല മുന്നേറ്റം നടത്തിയ ഒരു സെക്ടറായിട്ട് കാണുന്നത് ഷുഗർ സ്റ്റോക്കുകളാണ്. ഏകദേശം 5% മുതൽ 10% വരെയുള്ള ഒരു മുന്നേറ്റം പല ഷുഗർ സ്റ്റോക്കുകളിലും ഇന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഈ ഓഗസ്റ്റ് മാസത്തിൽ രാജ്യത്തിലുടനീളം ഈ പഞ്ചസാരയുടെ വില കുത്തനെ ഉയർന്നിരിക്കുകയാണ്. ഇപ്പോൾ മഹാരാഷ്ട്രയിലെ പ്രമുഖ ഈ ഷുഗർ മാർക്കറ്റായ കോലാപ്പൂരിൽ 20 മുതൽ 21% വരെ ഷുഗർ പ്രൈസ് ഉയർന്നിട്ടുണ്ട്. കൂടാതെ ഈ കരിമ്പ് ഉൽപ്പാദനത്തിലുണ്ടായിട്ടുള്ള കുറവും മൊത്തത്തിലുള്ള ഉൽപ്പാദന ചെലവ് ഉയർന്നതും വില വർധനവിന് കാരണമായിട്ടുണ്ട്. ഇപ്പോൾ സാധാരണഗതിയിൽ ഈ ഫെസ്റ്റിവൽ സീസൺ വരുമ്പോൾ ഷുഗറിൻ്റെ വില സ്വാഭാവികമായിട്ട് ഉയരാറുണ്ട്. കൂടാതെ ഒടുവിൽ അൺഒഫീഷ്യലായിട്ടുള്ള ചില റിപ്പോർട്ടുകൾ കാണുന്നത് ഗവൺമെൻറ് ഇമ്പോർട്ട് ടാക്സ് കട്ട് ചെയ്യാനുള്ള ഒരു തീരുമാനം എടുക്കാൻ പോകുന്നു എന്നുള്ളതാണ്. 100%-ഓളം ഒരുപക്ഷെ ഇമ്പോർട്ട് ടാക്സ് കുറച്ചേക്കാം എന്നാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ ഇതുകൂടാതെ എത്തനോൾ നിർമ്മാണത്തിലേക്ക് മാറ്റുന്ന കരിമ്പിൻ്റെ അളവ് അത് കുറച്ചുകൊണ്ട് ഷുഗർ ഉൽപ്പാദനം കൂട്ടാനും സർക്കാർ നീക്കം നടത്തുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഷുഗർ സ്റ്റോക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ബജാജ് ഹിന്ദുസ്ഥാൻ, ഡയറിഗേറ്റ് ഷുഗർ, ദാൽമിയ ഭാരത്, ധംപൂർ ഷുഗർ, ത്രിവേണി എഞ്ചിനീയറിംഗ്, ഉത്തം ഷുഗർ മിൽസ്, ശ്രീരേണുക ഷുഗർ, ഇതൊക്കെ 4% മുതൽ 10% വരെ ഒരു മുന്നേറ്റം നടത്തിയിട്ട് കാണാം. ഇതേപോലെ ഇന്ന് നല്ല മുന്നേറ്റം നടത്തിയ 2 അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി സ്റ്റോക്കുകളാണ് ICICI പ്രൊഡൻഷ്യൽ AMCയും അതുപോലെ നിപ്പോൺ ലൈഫ് ഇന്ത്യ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയും. പ്രമുഖ ഇന്ത്യൻ ബ്രോക്കറേജ് സ്ഥാപനമായിട്ടുള്ള മോട്ടിലാൽ ഒസ്വാൾ ഈ ICICI പ്രൊഡൻഷ്യൽ AMCയുടെ ടാർഗറ്റ് പ്രൈസ് ഉയർത്തിയതാണ് ഈ രീതിയിലുള്ള ഒരു മുന്നേറ്റം അവിടെ ഉണ്ടാവാൻ കാരണം. അപ്പോൾ ഇന്ത്യയിലുള്ള ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ട് മേഖലയിലും ഈക്വിറ്റി ഓറിയൻറ്റഡ് ഹൈബ്രിഡ് സ്കീമുകളിലും ഏറ്റവും ഉയർന്ന മാർക്കറ്റ് ഷെയർ നിലനിർത്തുന്നു എന്നുള്ളതാണ് ICICI AMCയെ കുറിച്ച് മോട്ടിലാൽ ഒസ്വാൾ പറയുന്നത്. അപ്പോൾ ഇവരുടെ ഈക്വിറ്റി ക്വാർട്ടർലി ആവറേജ് AUM അത് 2021 മുതൽ 2026 വരെയുള്ള ഒരു കാലയളവിൽ 33% എന്നുള്ള ഒരു CAGR റേറ്റിലാണ് അത് വളർന്നു വരുന്നത്. ഇതുകൂടാതെ പരമ്പരാഗത മ്യൂച്വൽ ഫണ്ടുകൾക്ക് പുറമെ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസും ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട്സും തുടങ്ങിയ മേഖലകളിൽ കമ്പനി ശക്തമായ വളർച്ച കൈവരിക്കുന്നതായിട്ടും ബ്രോക്കറേജ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കൂടാതെ ഇന്ത്യയിലെ ചെറുകിട നിക്ഷേപകർ പ്രതിമാസം നടത്തുന്ന സിപ്പ് വഴിയുള്ള നിക്ഷേപങ്ങൾ അതിൻ്റെ ഒരു ഒഴുക്ക് ഏകദേശം 15% മാർക്കറ്റ് ഷെയറോടുകൂടി ഏറ്റവും അധികം അബ്സോർബ് ചെയ്യുന്നത് ICICI AMC ആണ്. അതുപോലെ ഈ കഴിഞ്ഞ ക്വാർട്ടറിൽ ഈ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ടുള്ള പുതിയ കസ്റ്റമർ അക്കൗണ്ടുകളിൽ 70% തങ്ങളിലേക്ക് ആകർഷിക്കാൻ ICICI AMCക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ICICI പോലെ തന്നെ ശക്തമായ പ്രകടനം നടത്തുന്ന മറ്റൊരു കമ്പനിയാണ് ഈ നിപ്പോൺ ലൈഫ് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി. അവരുടെ ക്വാർട്ടർലി റിസൾട്ടുകളും അതുപോലെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റിൻ്റെ വളർച്ചയും തുടർച്ചയായിട്ടൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് വളരുന്നതും ഇന്നത്തെ ഈ ICICIയിൽ ഉണ്ടായിട്ടുള്ള റാലിയുടെ ഒരു ഇമ്പാക്റ്റ് നിപ്പോൺ ഇന്ത്യയിലും നമുക്ക് കാണാൻ കഴിയും. ഇനി നമ്മുടെ നിഫ്റ്റിയുടെ ലെവലുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആഫ്റ്റർ മാർക്കറ്റ് ഓപ്ഷൻ ചെയിൻ ഓപ്പൺ ഇൻട്രസ്റ്റുകൾ നമ്മളൊന്ന് പരിശോധിച്ചാൽ PCR ഇപ്പോൾ നിൽക്കുന്നത് 0.7 എന്ന പെർസെൻറ്റേജിലാണ്. അപ്പോൾ പുട്ട് റേറ്റിങ്ങിനേക്കാൾ കൂടുതൽ കോൾ റേറ്റിംഗ് മാർക്കറ്റിൽ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ആ ബിയറിഷ് സെൻറ്റിമെൻറ്റ്സ് തുടർന്നു കൊണ്ടുപോവുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം 24,200, 24,300 സ്ട്രൈക്ക് പ്രൈസുകളിൽ ശക്തമായ കോൾ അഡീഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്നുള്ള ഒരു തിരിച്ചുവരവ് മാർക്കറ്റിൽ ഉണ്ടായാൽ പോലും ഒരു ശക്തമായ സ്ട്രോങ് റെസിസ്റ്റൻസ് ലെവലായിട്ട് 24,200, 24,300 ലെവലുകൾ നിൽക്കാനുള്ള സാധ്യതയാണ് അവിടെ ഉള്ളത്. അതേപോലെ പുട്ട് സൈഡിലുള്ള ഹൈയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഇപ്പോൾ 24,000 എന്ന സ്ട്രൈക്കിലേക്ക് പിറകിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഒരു കീ സപ്പോർട്ട് ലെവൽ 24,000 എന്ന ലെവലായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ട്രേഡിംഗ് ഡേ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും
നിഫ്റ്റി ഒരു ബൗൺസ് ബാക്ക് നടത്തിയാൽ അവിടെ ഒരു ഷോർട്ട് കവറിംഗ് ഉണ്ടായേക്കാം. അങ്ങനെയാണെങ്കിൽ 24,150 24,200 ലെവലുകളിലേക്ക് നിഫ്റ്റി ഉയർന്നേക്കാം. എന്നാൽ 24,250 ലെവലുകൾ മറികടക്കാത്തിടത്തോളം കാലം ഈ ഒരു ബിയറിഷ് ട്രെൻഡ് തുറന്നു പോകാനാണ് സാധ്യത. എന്നാൽ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ 24,000 എന്നുള്ള ആ ഒരു സപ്പോർട്ട് ലെവൽ തകരുന്ന പക്ഷം കോൾ റൈറ്റേഴ്സ് കൂടുതൽ പിടിമുറുക്കുകയും പുതിയ ഷോർട്ട് പൊസിഷനുകൾ വരികയും ചെയ്യും. അങ്ങനെ ആകുമ്പോൾ 24,800 ലെവലുകളിലൊക്കെ ഒരുപക്ഷെ മാർക്കറ്റ് പോയേക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.